ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് നാലാമത്തെ ചോദ്യമാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യം ഇതാണ് പറയുന്നത്, നോക്കിയേ, എ ഫെയർ ഡൈ ഈസ് ത്രോൺ until 2 appears, then the probability that 2 appears in even number of throw. അപ്പോൾ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു. ഇത് പ്രോബബിലിറ്റിയിൽ ഒരു ക്വസ്റ്റൻ ആണ് വന്നിരിക്കുന്നത്. then a fair die is thrown until 2 appears. അപ്പോൾ നമുക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 2 വരണം അല്ലെ, 2 വരുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈ ത്രോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താ കണ്ടുപിടിക്കേണ്ടത്, that 2 appears in even number of throws. അതായത് നമ്മുടെ ഈവൻ നമ്പർ ഓഫ് ത്രോസിൽ മാത്രമേ എന്ത് വരാൻ പാടുള്ളൂ, 2 വരുന്ന പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് നമ്മൾ ഡൈ ത്രോ ചെയ്തു, നമുക്ക് വരുന്നില്ല, 2 വരുന്നില്ല. രണ്ടാമത്, അതായത് രണ്ടാമത് തന്നെ ഈവൻ നമ്പർ ഓഫ് ത്രോ ആണ് അല്ലേ, രണ്ടാമത് ഇട്ടപ്പോൾ എന്ത് വരണം, നമുക്ക് 2 അപ്പിയർ ചെയ്യണം. ഇനി അടുത്ത കേസ് നോക്കാം. ഒന്നാമത് ഇട്ട് വന്നില്ല, രണ്ടാമത് ഇട്ട് വന്നില്ല, മൂന്നാമത് ഇട്ട് വന്നില്ല. അടുത്ത ഈവൻ നമ്പർ ഓഫ് ത്രോ എന്ന് പറഞ്ഞാൽ ഏതാണ്, നാലാമതാണ് അല്ലേ. അപ്പം നാലാമതാണ് ഇനി അടുത്തത് വരുന്നത്. ഇനി അടുത്തൊരു കേസോ, ഒന്നാമത് ഇട്ട് വന്നില്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, ദെൻ 6 അല്ലേ. പിന്നെ വരുന്നത് 8ാമത്തെ ത്രോയിലായിരിക്കും വരുന്നത്. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമുക്കറിയാം ഒരു ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡൈയിൽ 6 ഫേസസ് ആണ് ഉള്ളത്. ഡൈ ത്രോ ചെയ്യുന്ന സമയത്ത് 2 വരാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും, നമുക്കറിയാം 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ 2 വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 1 - 1/6, അതായത് 5/6 ആയിരിക്കും. അപ്പം നമുക്ക് അത് രണ്ടും ആദ്യം എഴുതണം. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഓഫ് 2 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. ദെൻ പ്രോബബിലിറ്റി ഓഫ് 2 കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി, അത് ഞാൻ 2 ബാർ എന്ന് കൊടുക്കുന്നു, അത് എത്ര വരും, 5/6 ആണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി അടുത്ത നമ്മൾ തന്നിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പം നമുക്കറിയാം ഈവൻ നമ്പർ ഓഫ് ത്രോയിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, 2 അപ്പിയർ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ്, ഫസ്റ്റ് ഇട്ട് വന്നില്ല, രണ്ടാമത് ഇട്ടപ്പോൾ ഈവൻ നമ്പർ അല്ലേ, രണ്ടാമത്തെ ത്രോയിൽ വീണു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ ത്രോയിൽ 2 വന്നില്ല, രണ്ടാമത്തെ ത്രോയിൽ എന്താണ്, 2 വന്നു. ഇനി അടുത്ത കേസ് എന്താ വരുന്നത്, ഇത് ഞാൻ 1, 2 നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഇനി അടുത്തത് ഒന്നാമത്തെ ത്രോയിൽ 2 വന്നോ, ഇല്ല. രണ്ടാമത്തെ ത്രോയിൽ വന്നോ, ഇല്ല. മൂന്നാമത്തേത് വന്നോ. ഇനി അടുത്തത് ഈവൻ നമ്പർ ഓഫ് ത്രോ എന്ന് പറഞ്ഞാൽ ഏതാണ്, 4 ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, 1, 2, 3, 4. ദെൻ നെക്സ്റ്റ് എന്ത് വരും, 1, 2, 3, 4, 5, 6ാമതേ നമുക്ക് വരുള്ളൂ അല്ലേ. അതായത് ഇവിടെ 2, 2, 2 നോക്കുവാണെന്നെങ്കിൽ ഇവിടെ ഒന്നും എന്തില്ല, 2 വരില്ല അല്ലേ. അടുത്ത 6ത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഈവൻ നമ്പർ ഓഫ് ത്രോ എന്ന് പറഞ്ഞാൽ 2 വരുന്നത്. ഇതിങ്ങനെ ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പ്രോബബിലിറ്റിയുടെ കേസിൽ ഇതിനെ ഒന്ന് എഴുതിയാലോ. അപ്പം നോക്കിയാൽ മക്കളെ, 2 വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അത് എത്രയാണ് വരുന്നത്, നമുക്കറിയാം 5/6. ദെൻ ഇൻറ്റു 2 വരുന്ന പ്രോബബിലിറ്റി എത്രയാണ്, 1/6. ക്ലിയർ. പ്ലസ് ഇവിടെ നോക്കിയേ എത്ര തവണ 2 വരാതിരിക്കാനുള്ള പോസിബിലിറ്റി വന്നിട്ടുണ്ട്, 1, 2, 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 5/6 3 തവണയുണ്ട്. അപ്പോൾ 5/6 ഹോൾ ക്യൂബ് ഇൻറ്റു 2 വരാനുള്ള പോസിബിലിറ്റി 1/6 അല്ലേ. പ്ലസ് ഇവിടെയോ 5/6 ഹോൾ റൈസ് ടു 5 ഇൻറ്റു 1/6 അല്ലേ. ഇതിങ്ങനെ പോയി എന്ത് വന്നു, ഇൻഫിനിറ്റി വരെ വന്നു. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതെന്താ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു GP ആണ് അല്ലേ. ഇൻഫിനിറ്റ് സം ഓഫ് എ GP ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നോക്കിയാൽ പ്രോബബിലിറ്റിക്കകത്ത് ആര് കയറി വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റ് സം ഓഫ് GP ആണ് വന്നിരിക്കുന്നത്. മക്കളെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം. നോക്കിയേ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5/6 ഇൻറ്റു 1/6 ആണ്. സെക്കൻഡ് ടൈം 5/6 ഹോൾ ക്യൂബ് ഇൻറ്റു 1/6. ഓക്കെ, ക്ലിയർ അല്ലേ. ദെൻ ഇവിടെ നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് സം ഓഫ് GP ആണല്ലോ ഈ കിടക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് സം ഓഫ് GPയുടെ സമ്മായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരും ഇടാം, നോക്കിക്കേ. ഇൻഫിനിറ്റ് സം ഓഫ് GPയുടെ സം എങ്ങനെ എഴുതുന്നത്, A/1 - R എന്നാണല്ലോ അല്ലേ. ഇവിടെ A എത്രയാണ് നമുക്ക് കിട്ടുന്നത്, A എന്ന് പറയുന്നത് 5/6 ഇൻറ്റു 1/6 ആണ്, ഡിവൈഡഡ് ബൈ 1 - R. കോമൺ റേഷ്യോ എത്ര ഇവിടെ വരുന്നത്, നമുക്കറിയാം കോമൺ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/6 ഹോൾ ക്യൂബ് ഇൻറ്റു 1/6 ഡിവൈഡഡ് ബൈ 5/6 ഇൻറ്റു 1/6. അപ്പോൾ 1/6 1/6 കട്ട് ചെയ്ത് പോകും. ദെൻ ഒരു 5/6 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 5/6 ഹോൾ സ്ക്വയർ ആയിരിക്കും നമ്മുടെ കോമൺ റേഷ്യോ വരുന്നത് അല്ലേ. 5/6 ഹോൾ സ്ക്വയർ ആണ് കോമൺ റേഷ്യോ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര വരും, 5/36 എന്ന് വരും. ദെൻ ഇത് നോക്കിക്കേ എന്ത് വരും, 36 - 25 അല്ലേ. 36 - 25 36 - 25 എന്ന് പറയുമ്പോൾ 11 ആണ്, ഡിവൈഡഡ് ബൈ എത്ര വരും, 36 ആണ്. അപ്പോൾ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 5/11 കിട്ടും. ക്ലിയർ ആണല്ലോ. 5/11 ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ.